ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് വല്യമ്മാവൻ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല. വല്യമ്മാവൻ ഞെട്ടും. ചേലക്കാതെ കാര്യം പറയണ. ഇന്ത്യ കണ്ടതിൽ വെച്ച് ലോക ഗജ ഫ്രോഡാണ്, കള്ളൻ, പെരുങ്കള്ളനാ ഈ കെജ്രിവാള്. വിടൂല ഞങ്ങള്. നീ നന്നാവില്ല. കള്ളൻ ആരാന്നുള്ളതും ഗജ ഫ്രോഡുകൾ ആരാന്നുള്ളതും ജനം കണ്ടോണ്ടിരിക്കുകയാണ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ. കള്ളൻ ആരാന്നുള്ളതും ഗജ ഫ്രോഡുകൾ ആരാന്നുള്ളതും ജനം കണ്ടോണ്ടിരിക്കുകയാണ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ. അവരുടെ നേതാവിനെ കള്ളൻ എന്ന് വിളിക്കുമ്പോ അവരുടെ നേതാവിനെ കള്ളൻ എന്ന് വിളിക്കുമ്പോൾ ധാർമ്മിക രോഷം ഉണ്ടാവില്ല. അങ്ങനെ എഴുതിയാൽ മതി. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. BJPയുടെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും നെറുകെട്ടവനാണെന്ന് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്ന് സംസാരിച്ചപ്പോ എന്താ മിസ്റ്റർ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ച വാക്ക് ഉപയോഗിക്കുന്നില്ല, നിങ്ങളുടെ വായിൽ എന്താ പുട്ടായിരുന്നോ? നീ മേടിച്ചോ? ആ സമയത്ത് ഞാൻ സംസാരിച്ചില്ലല്ലോ, ഇവിടെ സംസാരിച്ചില്ലേ പ്രധാനമന്ത്രി നെറുകെട്ടവനാണ്? നിങ്ങൾ സംസാരിച്ചോ? ബി ഗോപാലകൃഷ്ണൻ അങ്ങയുടെ നേതാവ് നെറുകെട്ടവനാണെന്ന് പറഞ്ഞപ്പോൾ പ്രതികരിക്കായിരുന്നു അങ്ങയുടെ വായിൽ പുട്ടായിരുന്നോ ഗോപാലകൃഷ്ണൻ? ബി ഗോപാലകൃഷ്ണൻ അങ്ങയുടെ നേതാവ് നെറുകെട്ടവനാണെന്ന് രാജീവ് പിന്നാരെ പറഞ്ഞപ്പോ മിണ്ടാതിരുന്ന അങ്ങയുടെ വായിലായിരുന്നോ പുട്ട്? ഇത് പറയാൻ നമുക്ക് അറിയാലോ വാക്കൊക്കെ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നെറികേട് മാത്രം കൊണ്ട് നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി? ആ നെറികേട് മാത്രം കൊണ്ട് നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി? ആ നെറികേടിനെതിരെ ഇപ്പൊ നവീൻജിയുടെ നേതാവിനെ പറ്റി അങ്ങ് കള്ളൻ എന്ന് പറഞ്ഞപ്പോ നവീൻജി ഇടപെട്ടതുപോലെ അങ്ങയുടെ നേതാവ് നെറുകെട്ടവനാണെന്ന് രാജീവ് പിന്നാരെ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അങ്ങ് മിണ്ടാതിരുന്നത് അങ്ങയുടെ വായിൽ പുട്ടായതുകൊണ്ടാണോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.